പഹൽഗാവിൽ നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഏപ്രിൽ 23-ന് രാജസ്ഥാൻ അതിർത്തിയിലുള്ള BSF ജവാനെ പാക് റേഞ്ചേഴ്സ് പിടികൂടിയിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാൻ അതിർത്തി മുറിച്ചു കടക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപിക്കപ്പെട്ട കുറ്റം. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഒരു നോമാൻ വേ ഉണ്ട്. അത് രണ്ട് രാജ്യങ്ങൾക്കും അവകാശപ്പെട്ട സ്ഥലമല്ല. അവിടെ കൃഷിയും മറ്റും ചെയ്യുന്നതിനായിട്ട് കർഷകരെ അനുവദിക്കാറുണ്ട്. അങ്ങനെ ആ കർഷകർക്ക് പോയിരുന്നതാണ് പൂർണ്ണം കുമാർ സാഹു എന്ന് പറയുന്ന BSF ജവാൻ. ആ BSF ജവാനെയാണ് ഈ പാക് റേഞ്ചേഴ്സ് പിടികൂടിയത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. കാരണം ഈ പഹൽഗാവിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്നും ഒരു ഭയം പാക് പട്ടാളക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പൂർണ്ണകുമാർ സാഹുവിനെ വെച്ചുകൊണ്ട് വിലപേശാം എന്നുള്ളതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അനവധി വട്ടം ഫ്ലാഗ് മീറ്റിങ്ങുകൾ നടന്നു. ഈ ജവാനെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അനവധി വട്ടം ചർച്ചകൾ നടന്നു. പക്ഷേ പിന്നീട് ഈ ചർച്ചകളിലൊന്നും പാകിസ്ഥാൻ പങ്കെടുക്കാതായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ പൂർണ്ണം കുമാർ സാഹുവിനെ പാകിസ്ഥാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ പാക് റേഞ്ചേഴ്സിലെ ഒരു പാകിസ്ഥാൻ ജവാനെ ഇന്ത്യയും പിടികൂടിയിരുന്നു അതിർത്തിയിൽ നിന്ന്. ഈ ജവാനെ ഇന്ത്യ പിടികൂടിയത് ഇന്ത്യൻ അതിർത്തി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോഴായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അതിർത്തിയിൽ നിന്ന് തങ്ങളുടെ ജവാനെ BSFകാർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം. ഒരുപക്ഷെ ഈ പൂർണ്ണകുമാർ സാഹുവിനെ മോചിപ്പിച്ച സാഹചര്യത്തിൽ ആ പാക് റേഞ്ചറെയും മോചിപ്പിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.